ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇത് എവിടെയാണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ കോഴിക്കോട് ബോബി ചെമ്മണ്ണൂർ ജ്വല്ലറി കേട്ടോ. ഞാൻ ഷോക്കായി. ഇപ്പോൾ ചെമ്മണ്ണൂരിൽ എന്തോ ഓഫറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതൊരു വൈകുന്നേരം നോമ്പിനാട്ടോ, വൈകുന്നേരമാണ് ഇത് സമയം. അപ്പോൾ ജ്വല്ലറിയിലും ടെക്സ്റ്റൈൽസിലൊക്കെ പോലെ ആൾക്കാർ തിരക്കാണ് സ്വർണ്ണം എടുക്കാൻ. അപ്പോൾ യാതൊരു ഒരു പാദസരം പൊട്ടനായപ്പോൾ അതൊന്ന് മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ച് വന്നതാണ്. ഇപ്പം ബോബി ചെമ്മണ്ണൂരിൽ എന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വന്നതായിരുന്നു. പക്ഷെ നമുക്ക് കാര്യമായിട്ട് ഓഫറൊന്നും കിട്ടിയിട്ടില്ല. കുറച്ചങ്ങോട്ട് കിട്ടി തോന്നുന്നു. പക്ഷേ ഓഫറിന് നമ്മൾ മഞ്ചേരി ബോബി ചെമ്മണ്ണൂരിലേന് പോകേണ്ടതിന് അവിടെ നമുക്ക് ഒരു കുറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ അറിയാണ്ട് പോയി. അങ്ങനെ ഞാനിങ്ങനെ വന്ന് അന്തം വിട്ട് നോക്കിയായിരുന്നു. എനിക്ക് പിന്നെ ആദ്യം വീഡിയോ എടുക്കാനൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ പിടിച്ച് ഇരുത്തി. അപ്പോൾ ഇരുന്ന സ്ഥലത്തുള്ള ഗോൾഡൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഫാൻസിയിലൊക്കെ തൂക്കിയ പോലെ മാലകളൊക്കെ കട്ടിക്ക് വിരിവായിട്ട് തൂക്കിയിട്ടുണ്ട്. എൻ്റെ കമ്മലൊക്കെ കണ്ട ഒരു വെറൈറ്റി കമ്മൽസൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഇരിക്കുന്ന റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആൾക്കാരാണ്. ആൾക്കാരായതുകൊണ്ട് നടന്ന് ഒരു വീഡിയോ എടുക്കാനൊരു ചമ്മൽ കണ്ടോ. മാലകളൊക്കെ ജ്വല്ലറിയിലൊന്നും ഞാൻ ഇങ്ങനെ തൂക്കിയാൽ കണ്ടിട്ടില്ല കേട്ടോ. വേറെ ജ്വല്ലറികളിലൊന്നും. ഇവിടെ നമ്മൾ ഫാൻസിയിൽ മാല വരിക്ക് തൂക്കിയ പോലെ തൂക്കിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പാദസരമൊക്കെ നോക്കുകയാണ്. പാദസരമൊക്കെ വലിപ്പം പറ്റുന്നില്ല. പിന്നെ നമുക്കാണെങ്കിൽ വൈകുന്നേരമായിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ നമുക്ക് വീട്ടിലെത്താനൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് സ്വർണ്ണം പാദസരം തിരഞ്ഞെടുത്തപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വലുപ്പത്തിനൊന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പോൾ ഞങ്ങൾ മുകളിലെ നിലയിലും ബാത്റൂമിലൊന്നും പോയി. ഇപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ അവിടെ മിററൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ള കയ്യിലിങ്ങനെ നോക്കി നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതിന്. നമ്മൾ ഈ സ്ഥലത്ത് ഇരുന്നതുകൊണ്ട് ഇത് തന്നെ വീണ്ടും വരുന്നുണ്ടല്ലേ വീഡിയോയിൽ. മറ്റിടത്തൊക്കെ പോയി എടുക്കാൻ ചമ്മലുണ്ടായിരുന്നു. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ബില്ലിങ്ങിൻ്റെ സമയത്തവിടെ പിന്നെ ഇരിക്കേണ്ടി വന്നിട്ട് അത് ഞാൻ ലാസ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിലത് ക്ലിയറായിട്ട് കാണുന്നില്ല. പിന്നെ എനിക്ക് അത് ഒന്ന് എടുത്ത് തരുമോ വീഡിയോക്ക് എന്ന് പറയാനൊരു ചമ്മലും, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതുമില്ല. പിന്നെ തോന്നി എനിക്ക് ചോദിക്കായിരുന്നു, നന്നായിട്ട് വീഡിയോ എടുക്കാമായിരുന്നു എന്നൊക്കെ തോന്നി. അങ്ങനെ ഇതാ എൻ്റെ തൊട്ടടുത്തുള്ളൊരു വളയാണ് കേട്ടോ നോക്കുന്നത്. പല വളകളും ഡെയിലി യൂസിന് പറ്റിയ വളകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഈ മാലകൾ തന്നെ വീണ്ടും കുറേ നോക്കി. ഞാൻ ശരിക്കും ഇങ്ങനെ ഓരോന്നും നോക്കി നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ അടുത്തടുത്തായിട്ട് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല. പിന്നെ മോതിരങ്ങളുണ്ട്. പിന്നെ നമ്മൾ ജ്വല്ലറി പോയാൽ അറിയാമല്ലോ, ലേഡീസിൻ്റെ വീക്ക്നെസ് ആണല്ലോ അല്ലേ. പിന്നെ ഇത് ഡയമണ്ട് സെക്ഷനാണ് കേട്ടോ. ഡയമണ്ട് സെക്ഷനിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അവിടെ അങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ നടന്നതാണ്. അപ്പോൾ ഓളെ പാദസരം കട്ട് ചെയ്ത് ഇതാക്കി വരണം. നമ്മൾ 4:30 മുന്നേ എത്തിയിട്ട് ഞങ്ങൾ 6 മണി ആവാനായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു. പക്ഷേ എല്ലാത്തിനും ഒരുപാട് സമയം എടുത്ത് കണ്ടോ. മാലകൾ നമ്മളെ ട്രഡീഷണൽ മാലകളൊക്കെ വരിക്ക് തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ലാസ്റ്റ് ബില്ലിങ്ങിൻ്റെ സമയമാവാനായിട്ട് അത് കുട്ടികളെ കയ്യിൽ ബലൂണ് എന്ന് പറഞ്ഞ് കച്ചറ ഉണ്ടാക്കി. അങ്ങനെ ബലൂണ് കിട്ടിയപ്പോൾ ആവേശത്തിലുള്ള കളി കേട്ടോ. കുറേ നേരം അങ്ങനെ കളിച്ചിരുന്നു. അങ്ങനെ ആ ബലൂണിൻ്റെ പോലൊക്കെ കളിച്ച് നാശാക്കി പോരാൻ നേരമായപ്പോഴത്തേനും പിന്നെ നമ്മൾ രണ്ടാമത് വേറെ ബലൂൺ വാങ്ങി. ഓക്കും ദാവുനും ഒന്ന് വാങ്ങി. അങ്ങനെ അത് ബലൂണുള്ള കളി നമ്മൾ ബില്ലിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അവിടെ ഇങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ മൈക്കിൽ വിളിച്ച് പറയില്ലേ, ഓരോരുത്തർ ട്രെയിൻ വരുന്നുണ്ടെന്നൊക്കെ പറയും പോലെ മൈക്കിൽ വിളിച്ച് പറയാം കേട്ടോ ചെയ്യുന്നത്. ഇന്ന ആളെ പേര് പറഞ്ഞിട്ട് ബില്ല് റെഡി ആയിട്ടുണ്ട് എന്ന്. അതുവരെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുക. അതിനിടെ കോഫിയൊക്കെ കൊണ്ടുവന്നെങ്കിൽ അവൾ കുറച്ച് കുടിച്ചു. നമുക്ക് പിന്നെ നോമ്പായിരുന്നല്ലോ. പിന്നെ അതാ ഇവിടെ നിന്നപ്പോൾ ഞാൻ ജസ്റ്റ് എനിക്ക് ചോദിക്കാണ്ട് വീഡിയോ എടുക്കാനൊരു ചമ്മലായിരുന്നു. ജസ്റ്റ് ഒന്ന് ചോദിച്ചു, ഒന്ന് വീഡിയോ എടുത്തോട്ടെ. എടുത്തോളി, എടുത്ത് തരണമെന്നൊക്കെ ചോദിച്ചു അന്നേരം. ഞാൻ പറഞ്ഞു വേണ്ട, ഇങ്ങനെ എടുത്തോളാം. പോരാനായിട്ടുണ്ട്. ബില്ലിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം എങ്ങാണ്ടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ ഇട്ട് നോക്കാനൊക്കെ ഒരു ആഗ്രഹമൊക്കെ തോന്നി. പക്ഷേ ചമ്മലുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഏതൊരു അവിടെ നമുക്ക് മാല എടുത്ത് നമുക്ക് പാദസരം എടുത്ത് തന്നവർ ചോദിച്ച് യൂട്യൂബറാണോ, യൂട്യൂബ് ചാനലുണ്ടോ എന്നൊക്കെ.
വാണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ ഇതിലൊക്കെ പറഞ്ഞു കൊടുത്ത് അവരോട് സബ്സ്ക്രൈബൊക്കെ ചെയ്യിപ്പിച്ചിട്ട് നമ്മൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അപ്പോൾ ഇതൊക്കെ ഞാനിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.